കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ, പോയോരാരും തിരിച്ചു വന്നില്ലല്ലോ. അപ്പോ അവൻ ചത്തത് തന്നെയല്ലേ? ചത്ത പോലെയല്ല, അവൻ ചത്തു കഴിഞ്ഞു. അച്ഛാ, ചത്തെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ കണ്ടായിരുന്നു ചത്തത്? പയ്യെ പറയടാ വൃത്തികെട്ടവനെ. അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് ഞാനാ. അതുപോലെ അവൻ ചത്തത് ഞാൻ കണ്ടതാ. ഇത് ജീവനെടുക്കുന്ന തവളയാണ്. ഇതിന്റെ മുതുകത്ത് മുഴുവൻ വിഷമാണ്. ഈ വിഷം ലോകത്തിന് തന്നെ ഏറ്റവും കൂടിയ വിഷം തന്നെയാണ്. ഈ വിഷം അമ്പിൽ തേച്ചിട്ട് വിട്ടാലുണ്ടല്ലോ, മൃഗമായിരുന്നാലും ശരി മനുഷ്യനായിരുന്നാലും ശരി, അപ്പൊ തന്നെ വീണ് പിടഞ്ഞ് ചാകും. ഇതാണ് നടന്നത്. എത്ര നല്ല കാര്യം നിങ്ങൾ പറഞ്ഞേ. ഇങ്ങനെയൊരു നല്ല വാർത്ത കേൾക്കാൻ വേണ്ടിയാ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചോണ്ടിരുന്നേ. ഡാ, അവൻ മരിച്ചു എന്ന് വെച്ചാ നീ കല്യാണ ചെറുക്കനാകുന്ന സമയം അടുത്തു വന്നു അർത്ഥം. ഒന്ന് അടങ്ങടി. ഇങ്ങനെ ഇടുന്ന സന്തോഷം കാണിക്കാതെ. അവർക്ക് മനസ്സിലാകും. നമുക്ക് സങ്കടമുള്ള പോലെ അഭിനയിക്കണം. രണ്ടുപേരും പുലർച്ചെ പോയതാ. ഇത്ര നേരമായിട്ട് തിരിച്ചെത്തിയില്ലല്ലോ. എനിക്ക് പേടിയാകുന്നമ്മേ. അപ്പച്ചി, ടെൻഷൻ അടിക്കാതെ. അവര് വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവര് വരാനായിരുന്നെങ്കില് പോരുന്ന കാര്യം ഒരു തവണയെങ്കിലും ഒന്ന് വിളിച്ചു പറയില്ലായിരുന്നോ? നമ്മളവരെ അങ്ങോട്ട് വിളിച്ചിട്ട് ലൈൻ കിട്ടുന്നുമില്ല, അവരിങ്ങോട്ട് വിളിച്ചതുമില്ല. അവർക്ക് എന്താ സംഭവിച്ചെന്ന് പോലും നമുക്കറിയില്ല. അവർക്കെന്തോ അപകടം സംഭവിച്ചുവെന്ന് എന്റെ മനസ്സ് പറയുന്നു മോനെ. ഇപ്പൊ നീ കുറച്ചു മാത്രമേ കരയുന്നുള്ളൂ ചേച്ചി. അല്പസമയം കൂടി കഴിഞ്ഞാല് എന്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഭവാനി കരഞ്ഞു വിളിച്ചോടി വരും. അത് കേൾക്കുന്ന ഉടനെ നിങ്ങൾ എല്ലാരും കൂടെ ഓന്നും പറഞ്ഞ അലമുറയിട്ട് കരയാനുള്ളതാ. അങ്ങനെ കരയുമ്പോ അയ്യോ, എനിക്ക് എന്തുമാത്രം സന്തോഷമാകുന്ന അറിയോ നിങ്ങക്ക്? എന്താ ആദിത്യ, ഇത്ര നേരമായിട്ട് അവര് തിരിച്ചു വരാത്തത്? ഇനി അവര് വന്നില്ല എന്ന് പറഞ്ഞാ എനിക്കെന്തോ ഭയങ്കര പേടിയാവുന്നു മോനെ. എന്ത് പറ്റിയോ, എവിടെ പോയോ എന്തോ. എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. അയ്യോ, ഇങ്ങനെ കരയല്ലേ ചേച്ചി. അർജുനൊന്നും സംഭവിക്കില്ല. അവര് രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. ഒന്നും പേടിക്കണ്ട ചേച്ചി. ഇവളെന്തിനിവിടെ വരണം, അതും ഈ സമയത്ത്? നീ നിന്റെ അമ്മയെ കാണാനോ അനിയനെ കാണാനോ അല്ല ഇവിടെ വന്നതെന്ന് എനിക്കറിയാം സാൻവി. അർജുന മാണിക്യം കൊണ്ടുവരുമ്പോ അതെങ്ങനെങ്കിലും എടുത്തോട്ട് പോകാനല്ലേ നീ ഇവിടെ വന്നത്? ഞാൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. അമ്മേ, അമ്മേ, അമ്മേ,
എന്തു പറ്റിയമ്മേ? എന്തിനെങ്ങനെ കരയുന്നേ? അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവർക്കൊന്നും സംഭവിക്കില്ല. നേരം വെളുത്ത ഉടനെ രണ്ടുപേരും കൂടി ആ മാണിക്യം തിരിച്ചു വെക്കാൻ വേണ്ടി പോയതാ. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമെന്നോർത്ത് എന്റെ മനസ്സ് മുഴുവൻ വല്ലാതെ പേടിയാണ് മോളെ. അമ്മേ അമ്മേ അമ്മ കരയില്ലേ? എനിക്ക് ടെൻഷനുണ്ട്. രാവിലെ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ നല്ല ടെൻഷനായിട്ടാ നിൽക്കുന്നത്. എന്താ ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ ഞാൻ അപ്പൊ തന്നെ ഓടി ഇങ്ങോട്ടേക്ക് വന്നതമ്മേ. ഇതുവരെയായിട്ട് അവരുടെ ഒരു വിവരവും ഇല്ലല്ലോ. രാവിലെ പോയതല്ലേ മുത്തശ്ശി, എന്താ പറ്റിയെന്നൊന്നും അറിയില്ലല്ലോ. നോക്ക് കൗസല്യ, നീ വെറുതെ കരഞ്ഞ് ശകുന്തളെ കൂടെ വിഷമിപ്പിക്കാതെ. അവര് തിരികെ എത്താത്തോണ്ടല്ലേ എല്ലാരും വിഷമിച്ചിരിക്കുന്നേ. നീ കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കെ. നമ്മൾ മാണിക്യം എടുക്കാൻ പോവുകയാണെന്ന് ഇവിടെ പറഞ്ഞപ്പോഴേ എല്ലാവരും പേടിച്ചിരിക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളെ കാണാത്തതുകൊണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അല്ലേ ഭവാനി? നമ്മൾ മന്ത്രവാദിനെ തേടിപ്പോയതും ഇതിനിടയ്ക്ക് എനിക്ക് അവിടെ വെച്ച് അമ്പേറ്റതും പിന്നെ ആ മന്ത്രവാദിനെ ഭസ്മമാക്കിയതൊന്നും തൽക്കാലം ഇവിടെ പറയണ്ട. അവരെ കൂടി ടെൻഷനാക്കണ്ടല്ലോ. അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഇവിടെ പറയാതിരിക്കുന്നത് നല്ലത്. അത് ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. അതെ അർജുൻ, നീ പറഞ്ഞതാ ശരി. ഒന്നും പറയണ്ട. അപ്പച്ചിക്ക് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. വാ. അപ്പച്ചി, ഭവാനി അർജുന് വന്നു. അമ്മേ അവൻ മരിച്ചെന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൻ ജീവനോടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അളിയ, ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ലളിയ. ഭവാനി, മോനെ അർജുൻ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒന്നുമില്ലല്ലോ മോനെ. ഇവൻ മരിച്ചോ എന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഇപ്പൊ അവൻ ജീവനോടെ തിരിച്ചു വന്നല്ലോ. ഈ അച്ഛൻ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യില്ല. അർജുൻ, നിനക്കൊന്നുമില്ലല്ലോ. ഒന്നുമില്ല അമ്മ. അർജുൻ, എന്താ ഇത് മോനെ? എന്ത് പറ്റിയതാ? ഒന്നുമില്ല അമ്മ, ഒന്നുമില്ല. ഒന്നുമില്ല അമ്മേ, എനിക്കൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. അർജുൻ പറയ്, ഇല്ലമ്മ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പച്ചി, ഒന്നുകൊണ്ട് പേടിക്കണ്ട അപ്പച്ചി. നമുക്കൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നത്. അത് മാത്രമല്ല, ദേ നോക്ക്, നമ്മളെ മാണിക്യം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അർജുൻ, എല്ലാവർക്കും കാണിച്ചു കൊടുക്ക. അമ്മേ അർജുൻ വിചാരിച്ചത് നടന്നല്ലോ അമ്മേ. അർജുന്റെ കാര്യം ആലോചിച്ചിട്ട് അമ്മ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നല്ലോ. പക്ഷേ അവൻ മാണിക്യം കൊണ്ടുവന്നു. ഇനി അമ്മയ്ക്ക് ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അമ്മേ, എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നത്? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഈ മാണിക്യപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇവിടെ ഉള്ളിടത്തോളം കാലം ആ നാഗദേവതയ്ക്ക് വന്ന് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല.
ഈ മാണിക്യം ക്ഷേത്രത്തിൽ വച്ചു കഴിഞ്ഞ പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പച്ചി. അതിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദൈവം കാത്തു. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിരിക്കുമോ എന്നോർത്ത് ഞങ്ങളെല്ലാരും എന്തൊക്കെയോ ആലോചിച്ച് ഇത്രയും നേരം നല്ല ടെൻഷനിലായിരുന്നു. നിങ്ങളിപ്പോ തിരികെ വന്നപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. ഭവാനി അർജുന്റെ അടുത്തുള്ളിടത്തോളം കാലം അർജുൻ ഒന്നും സംഭവിക്കില്ല, എനിക്ക് നന്നായിട്ടറിയാം. അതിന് കാരണം എന്റെ അനുജത്തിയുടെ ജാതകം അതുപോലെയാണ്. അത് ശരി, ഈ മാണിക്യം അവിടെ വെക്കാതെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞങ്ങൾ അപ്പൊ തന്നെ ഈ മാണിക്യം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വച്ചിട്ട് വരാന്നാ വിചാരിച്ചത്. എന്നാൽ ആ കിളി പറഞ്ഞു പുലർച്ചെ 4:16 നല്ല മുഹൂർത്തമാണെന്ന്. ആ സമയത്ത് മാണിക്യം വച്ചാൽ അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ടാ അപ്പോൾ തന്നെ മാണിക്യം കൊണ്ടുവയ്ക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മാണിക്യം എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആദ്യം ആ മാണിക്യം കൊണ്ടുപോയി പൂജാമുറിയിലെ പീഠത്തിൽ കൊണ്ടുവയ്ക്ക്. ഒരു ദോഷവും ഉണ്ടാകില്ലേ എന്ന് പ്രാർത്ഥിക്കും മോളെ. ചെല്ല്, വേഗാട്ടെ. ശരി മുത്തശ്ശി. അർജുൻ വാ. അർജുൻ ചെല്ലു മോനെ. ആ ശരി അമ്മ. ആ മാണിക്യം അവൻ്റെ കയ്യിലുള്ള സ്ഥിതിക്ക് ഇനിയും അവൻ കുറച്ചു നാളോട് ജീവിച്ചിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ആ മന്ത്രവാദിനി എന്താ എതിർക്കാത്തത്? അവരെന്തുകൊണ്ടാണ് അവനെ ജീവനോട് വിട്ടത്? നമ്മൾ ഏത് മാണിക്യത്തിന് വേണ്ടിയാണോ കാത്തു നിന്നത്, ആ മാണിക്യം എടുത്തിട്ട് എന്റെ അനിയൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ മാണിക്യം നാളെ രാവിലെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വെക്കാൻ പോവാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഈ ജന്മം നമുക്ക് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. ആ മാണിക്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ആ ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. വീടിനകത്തുള്ള മാണിക്യത്തെ നിങ്ങൾ എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം. നിങ്ങൾ അനിയ ആ മാണിക്യം എവിടെയാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അറിയും? നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വീടിനകത്തെ പൂജാമുറിയിൽ അവര് ഭദ്രമായിട്ട് മാണിക്യം വെച്ചിട്ടുണ്ട്. ശരി മാഡം, ഞാനിപ്പോ എന്ത് ചെയ്യണം പറയൂ. ആദ്യം നിങ്ങൾ വന്ന് പൂജാമുറിയിലെ മാണിക്യം ഇവിടുന്ന് എങ്ങനെയെങ്കിലും മോഷ്ടിച്ച് നിങ്ങൾ കൊണ്ടുപോകണം. അതിനുശേഷം ഞാൻ വന്ന് നിങ്ങളെ കണ്ടോളാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന ആ ഫോമുല എടുത്തിട്ട് വരാം. ശരി മാഡം, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാഡം പറഞ്ഞോളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മാഡം.
ശരി, ഞാൻ പറഞ്ഞതുപോലെ ചെയ്. സൂക്ഷിക്കണം. സോറി അർജുൻ, എന്റെ കമ്പനിയെ നമ്പർ 1 ആക്കണം. കോടികൾ സമ്പാദിച്ച് പണക്കാരിയാകണം. അതൊക്കെ നടക്കണമെങ്കിൽ ആ ഫോർമുല എന്റെ കയ്യിലെത്തണം. നിനക്ക് മരണദോഷമുണ്ടെങ്കിലും ഭവാനി നിന്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് നിന്റെ ജീവന് ഒരാപത്തും വരാൻ പോകുന്നില്ല. അതുകൊണ്ടാ ഞാനിത് ചെയ്യാമെന്ന് കരുതിയത്. ഇതല്ലാതെ മറ്റൊരു വഴിയും എനിക്കില്ല. സോറി അർജുൻ. ഇന്ന് പൗർണമിയാ. പൗർണമി കഴിയുന്നതിന് മുന്നേ തന്നെ അങ്ങേ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഉറപ്പായി ഞാൻ അങ്ങേ എങ്ങനെയെങ്കിലും രക്ഷിച്ചിരിക്കും പ്രഭു. അങ്ങയുടെ ഉള്ളിലുള്ള ആത്മാവ് അങ്ങേ വിട്ടു പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ അങ്ങേ രക്ഷിച്ചിരിക്കും പ്രഭു. നാഗകന്യകേ, നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണോ മോളെ? അവിടെ അർജുൻ ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്നും ആ മാണിക്യം കൈക്കലാക്കിയിരിക്കുകയാണ്. ആ മാണിക്യമെങ്ങാനും അർജുൻ ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവച്ചാൽ പിന്നെ നിന്റെ പ്രഭുവിനെ നിനക്ക് രക്ഷിക്കാനാവില്ല. മാണിക്യം ക്ഷേത്രത്തിനുള്ളിൽ വെക്കുന്നതിന് മുമ്പ് മോളവനെ കൊല്ലണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നീട് അവന്റെ ജീവൻ എടുത്താലും നമുക്കൊരു പ്രയോജനം ഉണ്ടാകില്ല മകളെ. അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നത് എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണണം. നാഗമാണിക്യം ക്ഷേത്രത്തിനുള്ളിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ആ അർജുനെ ഞാൻ കൊന്നിരിക്കും. ഇത്രയും നാൾ അവന്റെ സമയം നല്ലതായതുകൊണ്ട് അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇന്നുകൊണ്ട് അവന്റെ ആയുസ് തീരാൻ പോവുകയാണ്. ആരെ കൊണ്ടും അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇന്ന് അർജുന്റെ മരണം ഉറപ്പ്. ഇത് സത്യം. അതെ. അർജുൻ, ഭാനി, ഭാനി എന്തുപറ്റി? അർജുൻ, അർജുൻ, ഭാനി, ഭാനി നീ എന്താ കാര്യം പറ. ഭാനി എന്താ എന്താ ഭാനി? നീ എന്തിനാ കരയുന്നേ? അർജുൻ, ഭാനി, ഭാനി, എന്താ ഭൈരവി? ഭാനി എന്താന്ന് പറ. അറിയില്ല മുത്തശ്ശി. എന്താ എന്താ മോളെ? മോളെ ഭൈരവി, എന്താ പറ്റിയ നിനക്ക്? എന്തിനാ നിലവിളിച്ചേ? അർജുൻ, അർജുൻ എന്ത് പറ്റി ഭവാനി? ഏട്ടത്തി, നാഗദേവത, നാഗദേവത, നാഗദേവത. എന്താ ഭവാനി? എന്താ ഭവാനി? കാര്യം പറ. എന്താ മോളെ, എന്തിനാ കരയുന്നേ? അത് പിന്നെ നാഗദേവത വന്ന് അർജുനെ കൊത്തുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഭവാനി, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. തേ നോക്ക്, ഞാനിവിടെ ഇല്ലേ. ഭവാനി, നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. ഏട്ടാ, ഞാൻ ഉറക്കത്തിലാണ് ആ സ്വപ്നം കണ്ടതെങ്കിൽ ദുർസ്വപ്നാണെന്ന് വിചാരിച്ചേനെ. പക്ഷേ ഞാൻ വെറുതെ ഇരുന്നപ്പോഴും അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോ അത് സത്യമായി പോവെന്ന് എനിക്കൊരു പേടിയേട്ടാ. അർജുൻ നോക്കുമോളെ ഭവാനി, ഇങ്ങനെയുള്ള സ്വപ്നം കണ്ട തീർച്ചയായിട്ടും അത് അപശകനം തന്നെയാ. നീ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാകുമെന്നോർത്ത് എനിക്കിപ്പോ പേടിയാകുന്നു.
അയ്യോ, നാഗദേവത ഇവിടെ വന്നാലുള്ള അവസ്ഥ എനിക്ക് പേടിയാകുന്നു. അതിനുവേണ്ടി മാത്രം ഇപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ടത്. അയ്യോ, എനിക്ക് പേടിയാകുന്നു. നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ പോകുന്നു. അമ്മ, എന്താ ഇതൊക്കെ? അവൾ ഉറക്കത്തില് എന്തെങ്കിലും സ്വപ്നം കണ്ടുവെന്ന് വെച്ച് എന്തിനാണ് അമ്മ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? കൂളായിരിക്കും. അങ്ങനെയല്ല മോനെ. ഓരോ നിമിഷവും നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത് എന്റെ മനസ്സിൽ തീയാണ്. അമ്മ, അയ്യോ, എനിക്ക് വല്ലാതെ ഭയമാകുന്നു മോനെ. അമ്മ, ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ ദൈവമേ. അല്ലാതെ ഇങ്ങനെയുള്ള സ്വപ്നം കാണില്ലല്ലോ. പേടിക്കാതെ, അങ്ങനൊന്നും സംഭവിക്കില്ല. അർജുനൊന്നും ആവില്ല. ഞാൻ പറയുന്നത് കേക്ക്. അമ്മ, ഞാൻ പറയുന്നത് കേക്കമ്മ. ആ നാഗമാണിക്ക് നമ്മുടെ വീട്ടിലുള്ളിടത്തോളം കാലം നാഗദേവതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ? ആ നാഗമാണിക്ക് നമ്മുടെ കയ്യിലാ ഉള്ളത്, നമ്മുടെ വീട്ടിനകത്താ ഉള്ളത്. അങ്ങനെയുള്ളപ്പോ ആ നാഗദേവത ഇങ്ങോട്ട് വരുമോ? അപ്പച്ചി, നമ്മുടെ നാട്ടില് നാഗസാധുക്കൾ എത്തിയിട്ടുണ്ട് എന്ന ഒരു കേൾവി കേട്ട് നമുക്ക് പോയി അവരെ കണ്ടാൽ ഈ പ്രശ്നത്തിന് ഉറപ്പായിട്ടൊരു പരിഹാരം ഉണ്ടാവും. നാഗസാധുക്കളുടെ ലക്ഷ്യവും കർമ്മവും എല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഒരുപാട് ശക്തിയുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ പോയി കണ്ടാൽ നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താം. അളിയ, കുറച്ച് കഴിയുമ്പോ ഞാനും ഭവാനിയും കൂടെ ആ നാഗമണിക്കും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെയുള്ളപ്പോ അമ്മ പുറത്തു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയല്ല അളിയ. ഭവാനി പൂജ ചെയ്യുമ്പോഴെല്ലാം ആ നാഗദേവത കുറുകെ വരാറുണ്ട്. അപ്പോ നീയും ഭവാനിയും ചേർന്ന് ആ മാണിക്യ ക്ഷേത്രത്തിൽ വെക്കാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാനും അപ്പച്ചും കൗസല്യം കൂടെ പോയി ആ നാഗസാധുക്കളെ കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. അളിയ, അതിന് അമ്മ വരുന്നത് എന്തിനാ? അളിയ, അപ്പച്ചി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ടെൻഷൻ ആവും. നിങ്ങൾ കാണുന്നതല്ലേ? അവിടെ ചെന്ന് ആ നാഗസാധുക്കൾ പറയുന്നത് കേട്ടാൽ അപ്പച്ചിയുടെ ടെൻഷൻ കുറച്ച് കുറയും. മനസ്സിലായില്ലേ? പ്ലീസ് അളിയ, അപ്പച്ചി ഞാൻ കൊണ്ടുപോകും. അളിയ, നിങ്ങൾ ആ മാണിക്യം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആ നാഗസാധുക്കളെ കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. സൂക്ഷിക്കണേ. അപ്പച്ചി വാ, പോവാ നോക്കാം. അമ്മേ, എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മ വെറുതെ ടെൻഷൻ അടിക്കരുത് കേട്ടോ. എനിക്കൊന്നും സംഭവിക്കില്ല. പോയിട്ടോ. സൂക്ഷിക്കണേ അളിയ. ഭവാനി, എനിക്കൊന്നുമില്ലടോ. സൂക്ഷിക്കണേ മോനെ. ശരി, മുത്തശ്ശി പോയി കിടക്കാൻ നോക്ക്. ഭവാനി, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും സംഭവിക്കില്ല. സ്വാമി, എന്താ കാര്യം? സ്വാമി, എനിക്കൊരു കാര്യം അറിയാം. എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം.